പ്രധാന പരാതി എന്ന് പറയുന്നത് ഒന്ന് ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കാൻ പറ്റത്തില്ല, പലപ്പോഴും VIP ഡ്യൂട്ടി ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് സിറ്റിയിൽ അടക്കമുള്ള പ്രധാന പരാതി എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ കേസുകൾ കെട്ടിക്കിടക്കാനുള്ള പ്രധാന കാരണം അതായിട്ട് മാറുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇനിയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും ആകെ പൈലറ്റും എസ്കോർട്ടും ഉള്ളൂ, എനിക്കും അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് 52 വണ്ടിയോ ആംബുലൻസോ ഒന്നും ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ ഏതായാലും ഇല്ല. ഇല്ലാത്ത നേരത്തെ ഉള്ള കാര്യം ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസാണോ കേരളത്തിലുള്ളതെന്നും കമ്മീഷണർ ആഭ്യന്തരമന്ത്രിയെ പറ്റിച്ചെന്നും ഒരു താരത്തിന് തന്നെ പരസ്യമായി പറയുന്നത് പറയേണ്ടതൊക്കെ എപ്പോഴും പറഞ്ഞത് വെറുതെ ആവശ്യമില്ല. കമ്മീഷണർ എന്നെ പറ്റിക്കൊന്നുമില്ല, എനിക്ക് കമ്മീഷണർ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണല്ലോ അദ്ദേഹം കമ്മീഷണറായിട്ടിരിക്കുന്നത്. ആര് പറഞ്ഞാലും വസ്തുത എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 3 കേസ് അവർ പറഞ്ഞിട്ട് 3 കേസ് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷണം നടക്കുകയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ആഭ്യന്തരമന്ത്രിക്ക് കേസിൻ്റെ അന്വേഷണത്തിൽ ഇടപെടാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടല്ല ആഭ്യന്തരമന്ത്രിയാവുന്നു, അങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി ഇടപെടാറില്ല. കേസ് അന്വേഷിക്കേണ്ടത് പോലീസാണ്. അവരാദ്യം പ്രിലിമിനറി എൻക്വയറി നടത്തിയപ്പോൾ അതിനകത്ത് വലിയ കഴമ്പ് അവർക്ക് കണ്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം 3 FIR ഇട്ടു. ഒരു അന്വേഷണം നടക്കട്ടെ. എല്ലാ ദിവസവും ഇത് വെറുതെ വാർത്തയാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ചില കേസുകളിൽ പെറ്റീഷണർക്ക് തൃപ്തിയില്ലെങ്കിൽ അവർക്ക് കോടതി പോകാമല്ലോ. ചില പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ അതിൽ കഴമ്പില്ലെങ്കിൽ അവർ അന്വേഷിക്കത്തില്ല. ആഫ്റ്റർ എ പ്രിലിമിനറി എൻക്വയറി ഓൺലി ദേ ക്യാൻ രജിസ്റ്റർ ദ FIR. അപ്പോൾ അതുകൊണ്ട് കോടതി പോകാമല്ലോ. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അത്രയും ശക്തമാണ്, കോടതി പോകാൻ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയുണ്ട് എന്ന് 500 കോടിയുടെ തട്ടിപ്പാണ് അന്ന് SITക്ക് മൊഴി നൽകുകയുണ്ടായി. അതിൻ്റെ അവസ്ഥ എന്താണ്? അല്ല, അന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അന്ന് ആ വിവരം തന്നയാളിന് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അന്ന് SITയുടെ മുമ്പാകെ കൊടുത്തു. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് മൈ ഡ്യൂട്ടി ഈസ് ഓവർ അവിടെ കൊടുത്തതോടൊപ്പം. പിന്നെ SIT അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു, വിവരങ്ങൾ മനസ്സിലാക്കി അന്വേഷിച്ചപ്പോൾ അതിൽ കഴമ്പില്ല എന്നാണ് കണ്ടെത്തിയതെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ ഒരു റെസ്പോൺസിബിളായിട്ട് ഒരു സിറ്റിസൺ എന്ന നിലയിൽ എന്നോട് ഒരാൾ ഉത്തരവാദിത്വപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഐ തോട്ട് ദാറ്റ് ഇറ്റ് ഈസ് മൈ ബൗണ്ട് ആൻഡ് ഡ്യൂട്ടി ടു അപ്രോച്ച് ദ SIT ആൻഡ് ഗിവ് ദ ഡീറ്റെയിൽസ്. ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത് SIT ആണ്. അവിടെ അത്രയേ ഉള്ളൂ എൻ്റെ ഉത്തരവാദിത്വം.